മൈസൂരിൽ ഇൻഫോസിസിൻ്റെ ക്യാമ്പസ് അതെൻ്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഞാനങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച് പാഷനോടെ ചൂസ് ചെയ്തതൊന്നും അല്ല ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡ്. +2 പഠിക്കുമ്പോൾ ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു എടുത്തത്. എനിക്ക് കമ്പ്യൂട്ടറിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയത് IT ആയിരുന്നു. അതിൽ ലാസ്റ്റ് മെറിറ്റ് സീറ്റിലാണ് ഞാൻ ആ ഗവൺമെൻറ് കോളേജിലെത്തിയത്, UCE കോളേജ്. അപ്പോഴും എൻ്റെ മനസ്സിൽ BTech ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയി വല്ല ബാങ്കിൽ കയറണം എന്നൊക്കെയായിരുന്നു. പക്ഷേ പ്ലേസ്മെൻറ്റിൽ എനിക്ക് ഇൻഫോസിസിൽ ഓഫർ കിട്ടി. അപ്പോൾ പിന്നെ ആ ഒരു ഓഫർ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഇൻഫോസിസ് തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഭയങ്കര നമ്മുടെ പാഷനനുസരിച്ച് പോകാൻ ഞാൻ അത്ര റിച്ച് കിട്ടുമെന്നും അല്ലാത്തതുകൊണ്ട് നല്ലൊരു ഓഫർ കൈ കിട്ടിയപ്പോൾ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. ഇൻഫോസിസിൻ്റെ ട്രെയിനിങ് അധികവും നടക്കുന്നത് ഈ മൈസൂർ ക്യാമ്പസിലായിരിക്കും. അതൊരു 3 months അല്ലെങ്കിൽ 6 months ഒക്കെയാണ് ട്രെയിനിങ് പീരീഡ്. അപ്പോൾ ഞങ്ങളങ്ങനെ ജോയിൻ ചെയ്യണതിന് ഒരു 2 days മുന്നേ തന്നെ അവിടെ എത്തിയൊക്കെ സെറ്റായി. ആ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ഒരു 7-8 ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ കേരള മീൽസിനോടും ഒരു സൈഡ് വലിവുള്ള ആളായതുകൊണ്ട് വേറെ ഫുഡ് കോർട്ടൊന്നും അങ്ങനെ ട്രൈ ചെയ്യാൻ പോയിട്ടില്ല. അവിടെ ചെന്ന് ഒരു 2 days തന്നെ ഞാൻ പഠിച്ച ആദ്യത്തെ പാഠം ഫസ്റ്റ് ലെസൺ എന്താണെന്ന് വെച്ചാൽ ഹോംലി ഫുഡിൻ്റെ വിലയായിരുന്നു. പിന്നെ രണ്ടാമത്തെ ലേണിങ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ക്യാമ്പസാണ്. അതിൻ്റെ ഒരു മൂലയ്ക്കായിട്ടാണ് നമ്മുടെ ട്രെയിനിങ് സെൻറ്റർ, വേറെ അറ്റത്തായിട്ടാണ് നമ്മളെ റൂമൊക്കെ. ഈ റൂമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 star ഹോട്ടലിലെ പോലെ എല്ലാ ഫെസിലിറ്റീസുള്ള ഭയങ്കര അടിപൊളി റൂമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ 9 മണിയാകുമ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 9 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ റൂമിൽ നിന്ന് ഫുഡും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ചൊക്കെ സെറ്റായി നമ്മളവിടെ ട്രെയിനിങ് സെൻറ്ററിൽ എത്താം. അവിടേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. പിന്നെ അവിടെ കുറേ ഫുൾ സൈക്കിൾ വെച്ചിട്ടുണ്ടാകും. പണ്ട് ചെറുപ്പത്തിൽ വഴി തെറ്റി പോയിട്ടൊക്കെ ആണെങ്കിലും സൈക്കിൾ ചവിട്ട് പഠിച്ചതിൽ ഏറ്റവും വലിയ ഗുണം എനിക്ക് മനസ്സിലായത് അന്ന് ഇൻഫോസിസ് ക്യാമ്പസിൽ ചെന്നപ്പോൾ. പാവം സൈക്കിൾ ചവിട്ടാൻ അറിയാത്ത പിള്ളേരൊക്കെ അന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻഫോസിസിൽ ഫുഡ് കോർട്ടിലൊക്കെ പോയാൽ വലിയ ക്യൂ ആണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും ഭയങ്കര പേഷ്യൻസോടെ അടങ്ങി ഒതുങ്ങിയ ക്യൂവിൽ നിൽക്കാനുള്ള ആദ്യ പാഠം കിട്ടിയത് ഇൻഫോസിസിൽ നിന്നായിരുന്നു. സെക്കൻഡ് ഹോം പോലൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഇൻഫോസിസ് കഴിഞ്ഞ് ഞാൻ വേറെ കുറേ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. IBMൽ, CTSൽ, USTൽ. ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ബേസ്ഡ് ഒരു ഷിപ്പിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒന്നും കിട്ടാത്ത ആ ഒരു ഹോം ഫീലിംഗ്, ഒരു സെക്കൻഡ് ഹോം ഫീലിംഗ് തന്ന കമ്പനി ഇൻഫോസിസ് ആയിരുന്നു. ഞാൻ 6 years ഇൻഫോസിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫസ്റ്റ് ടൈം സ്വിച്ച് ചെയ്ത് വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഒരു 1 week എനിക്കിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരു ഫീലായിരുന്നു. എനിക്ക് ആ ക്യാമ്പസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ആ ഒരു കമ്പനിയുടെ ആ ഒരു കെയറിങ് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇങ്ങനെ ഇൻഫോസിസിൽ നിന്ന് എനിക്ക് ഭയങ്കര കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ടെക്നോളജീസ് പഠിക്കുകയോ ഒത്തിരി സാലറി ഗ്രോത്തോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു. കുറേ ലെസൺസ് പഠിച്ചതും കുറേ നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടായതും ഇൻഫോസിൽ നിന്നായിരുന്നു.